ഓക്കെ, നല്ല സൂപ്പർ കറിയാണ്. ഉപ്പൊക്കെ കറക്റ്റാണ്. പുളി കുറച്ചിട്ടാൽ മതി. ഓക്കെ, ഇനി ചൂട് പോകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് മൂടി വെക്കാം. കറി തയ്യാർ. വറുത്തരച്ച അയില വറുത്തരച്ച് വെക്കണം. ഇത് ഒരെണ്ണം വലുതാണ്, വലിയ അയിലാണ്. രണ്ടെണ്ണം സ്മൂത്തല്ല, വലിയ അയില. നമുക്ക് വറുത്തരച്ച് വെക്കാം. കറി വെക്കാം. നമുക്ക് വറുത്തരച്ച് വറുത്തരച്ച കറി നമുക്ക് വെക്കാം. ആദ്യം സ്റ്റവ് ഓഫ് വേണം. അരച്ച കറി ഉള്ളി, പച്ചമുളക്, വേപ്പില ഇട്ടിട്ട് അരച്ചതാണ്. വെളുത്തുള്ളി, ഇഞ്ചി ഞാൻ ഇട്ടിട്ടില്ല. ഇഞ്ചി ആവശ്യമുള്ളവർക്ക് ഇടാം. ഇതിലോട്ടേക്ക് ഇച്ചിരി കഴുകിയ പാത്രം, മസാലൻ്റെ കഴുകിയ പാത്രം കഴുകി നമുക്ക് അല്പം ഉപ്പിട്ടാ ഉപ്പൊക്കെ അതിൻ്റെ അളവ് പോലെ നോക്കി ചേർത്താൽ മതി. 2 പച്ചമുളക് 4 നീളത്തി പൊടിച്ചത്. വേപ്പിലൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ, കളിക്കാൻ നമുക്ക്. അപ്പോൾ ഇതിലേക്ക് കുടംപുളി, പുളി ഒരു കുറച്ച് മതി ഇട്ടാൽ പുളി. കുടംപുളിയാണ്, കുറച്ച് മതി. മീനിന് പുളി പിടിച്ചതിനാൽ ബുദ്ധിമുട്ടപ്പോൾ ഇത്തിരി കൂടെ മതി. 2 അയിലയാണ് കറി വെക്കണത്. ഇച്ചിരി പുളി മതി. ചാർജ് പുളി മതിയല്ലോ. അല്ലെങ്കിൽ മീനിന് പുളി പിടിച്ച് പോയാൽ കറി തിളക്കണം. മിനിറ്റ് പോലും ആയിട്ടില്ല. നമുക്കിതിലോട്ട് മീനിടാം. മീൻ തിളക്കുന്നുണ്ട്. വെള്ളം അധികം ഒഴിക്കരുത്. ഇങ്ങനെ കുറുകി ഇങ്ങനെ നിൽക്കണം. ഇനിയിപ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ മീനിടുമല്ല. മീനിട്ട് കഴിയുമ്പോൾ ഒന്ന് മീൻ ചെറുതായിട്ട് തിളച്ച് കഴിയുമ്പോൾ വെള്ളം ഇറങ്ങും. അപ്പോൾ കറി കറക്റ്റാവും. ഈ കളർ ഇറങ്ങുന്നുണ്ട്, വയലറ്റ് കളർ. ഞാൻ ഇതിലോട്ടേക്ക് മീനിടാൻ പോണെയാണ്. 2 മീനാണ് എടുത്തേക്കുന്നത്. അതായത് കയ്യിൽ അധികം ഇട്ടിട്ടൊന്നും ഇളക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ നല്ലോണം ചാറിലോട്ടേക്ക് ഇങ്ങനെ മുറ്റൊക്കെ ഒരു കയ്യിലായതുകൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്ന വീഡിയോ. എല്ലാവരും ക്ഷമിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം. കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് വീഡിയോ ചെയ്യണം. ഇതൊക്കെ ഉള്ള പാത്രങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു മടിയായിരുന്നു. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. നല്ല അടിപൊളി കറിയൊക്കെ നമുക്ക് തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ട് നമുക്ക് താളിക്കാം. മീനും വേവും. ചട്ടി ആയതുകൊണ്ടിട്ട് ഞാൻ ചെറിയ തീയിലാണ് വെച്ചേക്കണത്. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് താളിച്ച് മാറ്റാം. ഈ മീൻ ആട് പോലെ ആവും അധികം ആയാൽ. ഞാൻ ചട്ടിയിലാണ് കറി വെക്കുന്നത്. നമുക്ക് മൂടി വെക്കാം. കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറി തിളച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് വറുത്തരച്ച കറി തയ്യാർ. കറി തേക്കണ്ട. അധികം ഇതാ വരുന്നുണ്ടാകുന്ന മീൻ ആട് പോലെ ആവും. നമുക്കിനി താളിച്ച് വയ്ക്കാം. താളിക്കാം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി. നമുക്ക് വറുത്തരച്ച് വെക്കണല്ലേ. അപ്പോൾ അതിലോട്ടേക്ക് നമുക്ക് 2 മണി ഉലുവിട. 2 മണി മതി കേട്ടോ.
സവാള ഇടരുത് കേട്ടോ. അരച്ചയിലും ഉള്ളി തന്നെയാണ്, താളിക്കുന്നത് ഉള്ളി തന്നെയാണ്. പച്ചരക്കുന്ന കറിയാണ്. അധികം വെള്ളത്തിലൊക്കെ ഒന്ന് വെച്ച് വെക്കണം, വേവിച്ചെടുക്കണം. ഞാൻ ഇട്ട മസാലൻ്റെ കറക്റ്റ് ആ ചേരുവകൾ അതേ കറക്റ്റ് ഇട്ടാൽ അതേ കളർ തന്നെ നമുക്ക് കിട്ടും. ഇതാണ് ഇല്ലാത്തത്. പുളിയൊക്കെ മിക്സ് നല്ല സ്മെല്ലുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചട്ടി നമ്മൾ താളിച്ചിന് ഒഴിച്ച് ഇനി ഇത് പെട്ടെന്നൊന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. എൻ്റെ കറി ഓക്കെ, നല്ല സൂപ്പർ കറിയാണ്. ഉപ്പൊക്കെ കറക്റ്റാണ്. പുളി കുറച്ചിട്ടാൽ മതി. ഓക്കെ, ഇനി ചൂട് ഇതാ പോകുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് മൂടി വെക്കാം. കറി തയ്യാർ. വറുത്തരച്ച അയിലക്കറി തയ്യാർ വെച്ച്